ഞാനിവിടെ വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് കിക്കി സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി തന്നെ കൊണ്ടുപോയത്. സച്ചുവിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 10 മണിക്കൊപ്പം കിടന്ന് ഇനി 5:30 എണീക്കും. അപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കണ്ട, ഫ്രിഡ്ജിൽ ഒരു മാങ്ങ ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കാണ്. എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കണ്ടല്ലോ. വൈകുന്നേരം നമ്മൾ പുറത്ത് പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. പിന്നെ സച്ചു എണീക്കുമ്പം ചീനിയും ഒക്കെ പുഴുങ്ങി മുളകൊക്കെ ഉടച്ച് ചായയൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എനിക്ക് മാത്രമായി പോവും. അങ്ങനെ മെനക്കെടുത്താന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കിപ്പോൾ വിശന്നിട്ട് കുടല് കഴിക്കുന്നത് കേട്ടോ. ഇപ്പം 3:30 ആയിട്ടോ സമയം. 3:33 ഞാൻ 3:33 എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ചീനി ഇപ്പോഴേ വേവിക്കാം. 5:30 സച്ചുവിനെ വിളിക്കുന്നത്, കുഴപ്പമില്ല, ഇപ്പോഴേ വേവിച്ചിട്ട് ഞാനൊരു ചായ ഇട്ട് കുടിക്കാനായിട്ട് പോയതിൻ്റെ കൂടെ സച്ചു എണീക്കുമ്പോൾ സച്ചുവിന് വേറെ ചായ ഇട്ട് കൊടുക്കാം, അങ്ങനെ വിചാരിക്കുക. പിന്നെന്താ, എനിക്ക് മോള് സ്കൂളിൽ പോയേക്കോ, അവൾ 4:30 വരുമല്ലോ, വിശന്നല്ലേ വരുന്നേ. ഇന്ന് പുട്ടാവുമ്പോൾ പുട്ടും മുട്ടക്കറിയായിട്ട്. എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം പുട്ടിൻ്റെ കൂടെ കറിയൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പുട്ടും പഴവും മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ അത് തന്നെ ഉച്ചയ്ക്കൂടെയൊക്കെ കഴിക്കാന്ന് വെച്ചാൽ നോക്കാൻ പോലും എനിക്ക് ചോറ്, മീൻകറി, തോരൻ, മോര്, ചീനി വറുത്തത്. നമ്മളിവിടെ എന്നും മീൻ മേടിക്കാത്തത് കൊണ്ട് ഇന്ന് ഞാൻ സച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ മീൻ വാങ്ങിക്കൊണ്ട് വരണേ, ചീനി ഇരിപ്പുണ്ടല്ലോ. പക്ഷേ എങ്കിൽ സച്ചു നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് ഇറങ്ങുന്നതല്ലേ, പിന്നെ അവർ കട്ട് ചെയ്തൊക്കെ തന്ന് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ക്ഷീണമായി പോകും. അതുകൊണ്ട് പിന്നെ അതുമല്ല, നമ്മളിന്ന് വൈകുന്നേരം പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊരു പ്ലാൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനേ ഉള്ള പ്ലാനാണ്. അതുകൊണ്ട് ഇപ്പം സച്ചു വിചാരിച്ചെന്നെ മീൻ വേണ്ടാലോ എന്ന് വെച്ചിട്ടാണ് ഇനി പോരുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് യോഗ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും സച്ചു ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചാണ്, സച്ചു വിട്ടുപോയി. അപ്പം ഞാനിനി പോയി ചീനിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കുക്കറിനകത്ത് ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് മുളകും ഉള്ളിയുണ്ടെങ്കിലൊക്കെ ചമ്മന്തിയൊക്കെ ആക്കി ചായ ഇട്ട് കുടിക്കാം. അപ്പോഴത്തേനും എനിക്കൊരു ആശ്വാസം കിട്ടും. 2 ചീനിയും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും എടുക്കണോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എടുക്കല്ലേ, അതോ ഇതിൻ്റെ പകുതിയും കൂടെ എടുത്താൽ മതിയോ? കൺഫ്യൂഷൻ. ഇത്രയൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ, അത് നമുക്ക് വേണമെങ്കിൽ ഇതുകൂടെ എടുക്കാം. എനിക്ക് ചീനിയും അവിയലും മറ്റേ നമ്മുടെ സാധാ ചോറിൻ്റെ കഴിക്കുന്ന അവിയലില്ലേ, അതൊന്നും എനിക്ക് വളരെ ഇഷ്ടമല്ല കഴിക്കാൻ. പക്ഷേ എങ്കിൽ ഇപ്പം എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചീനിയൊക്കെ ഞാൻ മറ്റേ ഒട്ടും കഴിക്കത്തില്ല, അതിപ്പോൾ പക്ഷേ കഴിക്കും. പിന്നെ പണ്ട് ചീനി വേവിക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾ വരട്ടി വേവിക്കുന്ന അരി കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ പുഴുങ്ങുന്ന അരിയല്ല. മഞ്ഞൾ വരട്ടി വേവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ചീനി ഊറ്റിയിട്ടിട്ട് നമ്മൾ തേങ്ങാക്കൊത്തുമായിട്ട് കഴിക്കത്തില്ലേ, അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിന്നെ എല്ലാം പോകുമെന്നുള്ളൊരവസ്ഥയാണ്. ചിലത് ഞാൻ പെട്ടെന്ന് ഇത് കളി വരുന്നില്ലല്ലോ, എന്താ കൈ മുറിയും. ചീനി ഒരുപാട് കഴിച്ചാൽ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന പീസിൻ്റെ എണ്ണം കുറയ്ക്കുന്നത്. ഈ ഫ്രൈഡ് ചിക്കനെ നമ്മൾ ഭയങ്കര ആഗ്രഹത്തിലായിരിക്കും പോയി വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് കഴിച്ച് കഴിയുമ്പോൾ വേണ്ടായിരുന്നു, ഇത്രയും വാങ്ങിക്കേണ്ടായിരുന്നു, ആ ഒരു ഫീലാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പം കുറേ നാളായിട്ട് ഞാൻ വീട്ടിലിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന, എല്ലാവരും വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്നതല്ല, ഈ സ്പെഷ്യലായിട്ടുള്ള ഇങ്ങനെയുള്ള എന്താ ഫ്രൈഡ് ചിക്കനും അതും ഇതും എല്ലാം ഈ വീട്ടിലുണ്ടാക്കിയിട്ട് പുറത്ത് പോയിട്ട് ഇങ്ങനെ കഴിക്കുന്ന കുറവാട്ടോ. അപ്പോൾ എനിക്കും ഒരു സുഖമൊക്കെ വേണ്ടേ പുറത്ത് പോയി കഴിക്കുന്നത്. ഇവർക്കൊക്കെ ഭയങ്കര സുഖമാണ്, കാരണം ഞാനല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ പക്ഷേ ലാഭം അതാണ് കേട്ടോ. ഫ്രൈഡ് ചിക്കൻ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ അത്ര വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും കേട്ടോ. എനിക്കിഷ്ടമാണ് വീട്ടിലുണ്ടാക്കുന്ന ഫ്രൈഡ് ചിക്കൻ. എന്നാലും പുറത്ത് പോയി കഴിക്കാൻ ഒരു കൊതി, ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ കൊതി വരാമല്ലോ. അങ്ങനെ അപ്പം നമുക്ക് കുറച്ച് ചീനി വേവിക്കാം, കുറച്ച് മുളക് അടയ്ക്കാം, ചായയുടെ കൂടെ കഴിക്കാം. അതിന് ശേഷം ഫ്രൈഡ് ചിക്കൻ കഴിക്കാം. ഇന്നലെ തൊട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുക. ഇന്നലെ പിന്നെ സച്ചിട്ട് സമയം ഒട്ടുമില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പോവാഞ്ഞ. അപ്പം ഞാൻ ഇത് ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുത്തൊന്ന് കഴുകി കൊണ്ടുവരാം. അപ്പം നമ്മൾ ചീനി കഴുകി ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകുമ്പോൾ ഭയങ്കര കറ. ഇന്നലെ ഞാൻ ചീനി എടുക്കുന്ന സമയത്തും ഇങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നതുണ്ടല്ലോ, അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഇങ്ങനെ കറ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇളക്കിയപ്പോഴൊക്കെ നല്ല കറ, കഴുകിയപ്പോഴേക്കും കൈ ഒട്ടുന്നു. അപ്പം ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ ചീനി ഇടുന്നു, കുറച്ച് ഉപ്പിടുന്നു, ഒരു വിസിൽ കേൾപ്പിക്കുന്നു, അത് നമുക്ക് എടുക്കാം. ഇത് കലകി പോകുന്നതാണെങ്കിൽ തീർന്നു. നമ്മൾ ചീനി ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വിസിൽ കേട്ടിട്ട് എടുക്കാം.
അപ്പം ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് കുഞ്ഞുള്ളി. ചമ്മന്തി ആണെങ്കിൽ അരച്ച് കഴിയുമ്പോൾ തികയാതെ വരും, അതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞുള്ളി എടുത്ത്. ഇനി കുറച്ച് പുളിയും ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഞാൻ അതിൻ്റെ മുളക്, ഉള്ളി, പുളി, കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് പോകണമെന്നില്ല, എനിക്ക് പക്ഷേ ഇച്ചിരി അരയുന്നതാട്ടോ ഇഷ്ടം. സച്ചുവിനൊക്കെ കുറച്ച് കടിക്കാൻ കിട്ടുന്ന പോലെ ഉള്ളി കിടക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എങ്കിൽ അത് നഷ്ടമാണ്, ഞാൻ പിന്നെയും കുറേ ഉള്ളി പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു 2 പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡിയാവും. അപ്പോൾ പിന്നെ ചായ ഇടാം കേട്ടോ. ഇപ്പം സമയം 4:15 കേട്ടോ. ഞാൻ പോയിട്ട് കിക്കിമോളെ വിളിച്ചിട്ട് വരാം സ്കൂളിൽ നിന്ന്. എന്നിട്ട് വന്ന് നമുക്ക് ചായ ഇടാം. നീ ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നുണ്ടപ്പോഴേക്കും നോക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്താ നീ യോഗയുടെ ആയിരുന്നു, കിക്കിക്ക് ഡാൻസ് ഉണ്ടായിരുന്നില്ലേക്ക്? അല്ലല്ല, ഇത് യോഗയ്ക്ക് ഇത് ഇട്ടുന്നേ നല്ലത്. ഇതിൻ്റെ കൂടോ കൊള്ളാം. കിക്കിയുടെ കൂട്ടുകാരിയുടെ ഡ്രസ്സായി. കിക്കി ഇന്നലെ വിളിച്ച് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. ഇവിടുന്ന് വേറൊരു വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത് കേട്ടോ. ലേക്ക് അതെന്തോ ലൂസായിട്ട് കിടക്കുന്ന ടൈറ്റ് നല്ല കംഫർട്ട്. ബാഗ് എടുത്തോണ്ട് വെച്ചിട്ട് പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ചായ ഇടട്ടെ, ചീനി തരാം. ആണോ? നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി. വാ, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചമ്മന്തി റെഡിയായി. ചായക്ക് ഞാൻ വെച്ച് ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് പോവാം. ഇനി നമുക്ക് കഴിക്കാം. നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബ്രൗണി ഉണ്ടാക്കാനായിട്ട് പോവാം. സച്ചുവിന് 5:30 ആകുമ്പം എന്താ ബ്രൗണിന്ന് കേട്ടപ്പോഴും ഒരാൾ സൈഡിൽ അതിൽ നിന്ന് നോക്കുന്നത്. കിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഇടയ്ക്ക് ബ്രൗണി ഉണ്ടാക്കണം എന്നൊക്കെ. പക്ഷേ എങ്കിൽ എനിക്കാണെങ്കിൽ എന്താണെന്നറിയത്തില്ല, കേക്കിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്താ ബ്രൗണി കിക്കി ആയിരിക്കും, ഞാൻ കിക്കിക്ക് വേണ്ടിയിട്ടാണ് ബ്രൗണി ഉണ്ടാക്കുന്നതാണ്. കിക്കിക്കും തരാം. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഞാൻ പറയാർക്ക് വേണ്ടിയിട്ടാണേ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എനിക്കിനി സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ചെയ്യാനുള്ള സമയമില്ല. കാരണം ഇപ്പോൾ 5 മണിയായി. 5:30 ആകുമ്പോൾ സച്ചുവിനെ എണീപ്പിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വേറെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട, വേറെ പരിപാടിയൊന്നും ഇല്ല. എന്നാലും ബ്രൗണി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ എങ്ങനെ ബ്രൗണി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞാൻ യൂട്യൂബിൽ വേറൊരു റെസിപ്പി നോക്കിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഞാൻ ബ്രൗണി ഉണ്ടാക്കട്ടെ, അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് വേണം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഇത് 200 ഗ്രാമാണുള്ളത്. 200 ഗ്രാം എന്ന് പറയുമ്പം നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ ഒരു പാക്കറ്റിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കുമല്ലോ, അതിലിങ്ങനെ 3 കട്ടയൊക്കെ കാണും. അതിനകത്ത് 1 കട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കട്ടയിൽ നിന്ന് ചെറിയൊരു പീസ് മുറിച്ച് മാറ്റിയിട്ട് ബാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയാണ് 200 ഗ്രാം. അതിനുശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് 200 ഗ്രാമിൻ്റെ ബട്ടർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 100 ഗ്രാം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ മെൽറ്റായി ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയെന്നിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ആ ഒരു ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. 4 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സൈഡൊന്നും അങ്ങനെ ഭയങ്കര ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിൻ്റെ താഴെ വെക്കാനായിട്ട് കുറച്ച് നീളവും വീതി അധികമുള്ള പീസും സൈഡ് വെക്കാനായിട്ട് കുറച്ച് വീതി കുറഞ്ഞ പീസും കൂടെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് 3 മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ പൗഡർ ഷുഗർ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹാൻഡ് ബീറ്റർ കൊണ്ട് തന്നെ, ഹാൻഡ് ബീറ്റർ അല്ല, നമ്മുടെ വിസ്ക് കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ ഹാൻഡ് ബീറ്ററാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കണ്ടോ, വാനില എസൻസ് 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നമ്മൾ ഇതിലോട്ട് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ്, ആദ്യം കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആദ്യം മുട്ട ബീറ്റ് ചെയ്തെടുക്കണം, പിന്നെ ഒഴിച്ചു കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നണ്ടേ ഞാൻ എൻ്റെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റൊക്കെ ചെയ്താൽ മതിയായിരിക്കും. പിന്നെ നമ്മൾ അല്ലാതെ വിസ്ക് വെച്ചാൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ എടുത്ത് ഈ പഞ്ചസാര നല്ല രീതിയിൽ അലിഞ്ഞ് ചേരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയൊരു വൈറ്റ് കളറിൽ വരും ഈ മുട്ടയൊക്കെ പതഞ്ഞ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയുടെ താരിയൊന്നും കിടക്കാൻ പാടില്ല. അപ്പോൾ തണ്ടേ ഇങ്ങനെ ആ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ഞാനിവിടെ കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഉണ്ടല്ലോ, ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ബീറ്റർ എടുത്തില്ല, കൈ കൊണ്ട് തന്നെ അല്ലാതെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ നേരത്തെ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചല്ലോ, അതിൻ്റെ ആ ഒരു സംഭവം എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇത് എല്ലാ ഭാഗത്തും ഒന്ന് യോജിച്ച് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു ബ്രൗണി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഇതിനുമ്പ് വേറെ ബ്രൗണിയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇതിന് മുമ്പ് ചെയ്തതും കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ അന്ന് 2-3 പീസൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഈ ബ്രൗണി കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ടേ അതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കെന്താ ഇതിലോട്ട് ഒരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ അരിച്ചൊന്നും എടുത്തിട്ടില്ല, ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ വേണ്ടേ ഇതും കൂടെ ഒക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ഇങ്ങനെ കട്ട കെട്ടി കിടക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗണി റെഡിയാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ വേണ്ടേ ഇനി ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മാവ് ഇങ്ങനെ മിക്സ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, അതാണ് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കിയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും മൈദയും കൊക്കോ പൗഡറും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില ഉപയോഗിച്ച് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മാവൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കില്ല, അതും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓവനൊക്കെ അവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കേക്ക് ടിൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനൊരു ചിലപ്പോൾ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ബാറ്ററാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്ന് ടാപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ടാപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോർക്കല്ലായിരുന്നല്ലേ, അതിന് പറയുന്നത്, ചോപ്സ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്ക് ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് വെച്ച് അതും കൂടെ ഒക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ കേക്ക് ടിന്നിൽ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വെക്കാം. ഇത് ഒരു 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് 35 മിനിറ്റ് അതൊന്ന് ബേക്ക് ആവട്ടെ. അപ്പോഴത്തേനും ഞാൻ പോയിട്ട് ചായ ഇടുകയാണ് കേട്ടോ. സച്ചുവിനെ വിളിക്കണം. 5:45 കേട്ടോ. ഇപ്പോൾ 5:45 കഴിഞ്ഞു. 5:45 അങ്ങനെ. അപ്പം ഞാൻ പോയിട്ട് വേഗം ചായ എടുത്ത് സച്ചുവിനെ വിളിക്കട്ടെ, എന്നിട്ട് കഴിച്ചിട്ട് കുറച്ച് നേരം ഇപ്പോൾ 8:30 ആകുമ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകത്തോളം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ വേഗം പോയിട്ട് ചായ ഇട്ടെ. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബ്രൗണി അവിടെ സെറ്റായി. കുറേ സമയം ആ പാത്രത്തിൽ തന്നെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കരുത് കേട്ടോ. പെട്ടെന്ന് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പം ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോൾ തന്നെ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ദാണ്ടെ കൊണ്ടുവന്നൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്ത്, ഇത് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലല്ലേ ഇത് ആർക്കാന്ന്. നമ്മുടെ വീടിൻ്റെ മുകളിൽ പണ്ട് ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ, ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളു. എന്നോട് ഭയങ്കര കാര്യമാണ് അതിന്. ഞാനാണെങ്കിൽ സാധാരണ പിള്ളേരുടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ കൊഞ്ചിക്കാനോ കളിപ്പിക്കാനോ, എന്നെ കാണുമ്പോൾ ഇങ്ങനെ കരയൊക്കെ ചെയ്യും പിള്ളേർ. ഞാനും അങ്ങനെ അത്രയ്ക്ക് കൊഞ്ചിക്കാനൊന്നും പോകാറില്ല, എനിക്കറിയില്ല. ഞാൻ കിക്കയോട് മാത്രമാണ് കൂടുതലൊരു
അടുപ്പം കാണിക്കാറുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് പിള്ളേരെ ഇഷ്ടമില്ലെന്നൊന്നുമില്ല കേട്ടോ, ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഞാനങ്ങനെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനൊന്നും അങ്ങനെ നിൽക്കാറില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആ കൊച്ചിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അടുത്ത് വരികയും ഞാൻ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഉള്ള സമയത്തെ ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ബ്രൗണി ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവർ വീട് മാറിപ്പോയി കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, എനിക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഈ ബ്രൗണിയുടെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പപ്പ അവരുടെ ഫ്രണ്ടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ വന്നത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട്, കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കേട്ടോ. ആ 6 പീസ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത് മാറ്റി വെച്ചതാണ്. പിന്നെ ഈ 2 പീസ് അവരുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്, ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെയും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ബാക്കി നമ്മൾ കഴിച്ചു. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ബ്രൗണി ചൂടോടെ പലർക്കും പല ഇഷ്ടമല്ലേ, എനിക്ക് ചൂടോടെ കഴിച്ചതിനേക്കാളും പിറ്റേ ദിവസം ഒരു പീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോഴാണ് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയത്. പിന്നെയും ഉണ്ടാക്കി കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നി. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് ഇരിപ്പോയില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേനെ കേട്ടോ. അപ്പം ഇതെന്താ ഈ ആട്ടം ആടുന്നതെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എങ്ങനെ നിൽക്കുന്ന വേഷത്തിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് മുഖം കഴുകി ഒരു കണ്ണ് എഴുതി പൊട്ടുവിട്ട് പോകാൻ പറ്റുമോ, അങ്ങനെ പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്നെ സച്ചുവും കിക്കിയൊക്കെ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, അപ്പോൾ കിക്കി എന്ന് പറഞ്ഞാൽ അമ്മ കുറച്ച് പൗഡറും കൂടി ഇടാൻ പറഞ്ഞിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് അവളുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. ആ ആട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പൗഡറൊക്കെ ഇട്ട് അതിൻ്റെ മണമൊക്കെ ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഒരുങ്ങിയില്ലാന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയൊക്കെ ചെയ്തത്. മുടി പിന്നെയും എന്നും കെട്ടുന്നതുകൊണ്ട് ഇങ്ങനെ വാരി വെച്ച് കെട്ടിയതേ ഉള്ളൂ. കാരണം നീളമില്ലാത്തതുകൊണ്ട് എനിക്ക് എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഒരുവിധം ഒരുങ്ങിയത് കൂട്ട് വരുത്തി തീർത്ത് നമ്മൾ ദാണ്ടേ ചിക്ക് ബ്ലാസ്റ്റിലാണ് കേട്ടോ വന്നത്, തെങ്കാശിയിൽ. അവിടെ വന്നിട്ട് നമ്മൾ ഇതിനു മുമ്പും ഇവിടെ വരാറുണ്ട്. അപ്പോൾ വന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ വേറെയാണ് കേട്ടോ, ഇതിനു മുമ്പ് ഓർഡർ ചെയ്യുന്നതല്ല, വേറെ ഓർഡർ ചെയ്ത്. അതിനകത്ത് ദാണ്ട് ഒരു ചിക്കൻ റാപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കേക്കിക്ക് പിന്നെ അല്ലാതെ ചിക്കൻ തന്നെ കഴിക്കാൻ ഇഷ്ടം റാപ്പിനെക്കാളും. നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയതേ ഉള്ളൂ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ഉണ്ട്. ഈ പ്രാവശ്യം 2 കാല് മാത്രമേ അധികം വന്നുള്ളൂ കേട്ടോ, 2 ലെഗ് മാത്രമേ അധികം വന്നിട്ടുള്ളായിരുന്നു. ഇതിനു മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഈ 900 രൂപ അത്രയൊക്കെ ഉള്ളൊരു പാക്ക് ഉണ്ടല്ലോ, ഫാമിലി പാക്ക് കണക്ക് വലുതായിട്ട് മേടിക്കും. പക്ഷേ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ വീട്ടിൽ കൊണ്ടുപോകും, അതാണ് അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ട് നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ദാണ്ടേ ഇന്ന് എന്തായാലും നമ്മൾ നല്ല വിശപ്പൊന്നുമില്ല. ചീനി കഴിച്ച വൈകുന്നേരമല്ലേ, ഇതൊരു 9 മണി ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഇതൊരു നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദാണ്ടേ കഴിക്കുവാണ്. ഞാനാണെങ്കിൽ ഇപ്പം ഫ്രൈഡ് ചിക്കൻ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ട് തന്നെ പുറത്ത് വന്ന് കഴിക്കുന്നത് ഇപ്പോൾ കുറേ നാളായി ഇവിടോട്ട് വന്നിട്ട്. അങ്ങനെ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ സച്ചുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, സച്ചു നാട്ടിൽ നിന്നപ്പോഴേ നമുക്ക് പോകാമെന്ന്. അങ്ങനെ സച്ചു നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. ഇന്നലെ നമ്മൾ വരണമെന്ന് വിചാരിച്ചപ്പോൾ വരാൻ പറ്റിയില്ല. അപ്പം ഇന്ന് വന്ന് എന്നിട്ട് ഇനിയൊന്നുമില്ല, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ പോയി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.